ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമ്മുടെ നിത്യജീവിതത്തെയും ഭക്ഷണശാലകളെയും നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രധാന വാർത്തയെക്കുറിച്ചാണ്. വാണിജ്യ ആവശ്യങ്ങൾക്കായുള്ള LPG സിലിണ്ടറുകളുടെ വില വീണ്ടും വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാകാം ഇത് ഹോട്ടലുകാരെ മാത്രമേ ബാധിക്കൂ എന്ന്. എന്നാൽ സത്യം അതല്ല. ഈ വില വർധനവ് നിങ്ങളുടെയും എൻ്റെയും പോക്കറ്റിനെ എങ്ങനെ ബാധിക്കുമെന്ന് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം. വാർത്തകൾ പ്രകാരം 19 കിലോയുടെ കൊമേഴ്ഷ്യൽ LPG സിലിണ്ടറുകളുടെ വിലയാണ് വർധനവുണ്ടായിരിക്കുന്നത്. ഏകദേശം 60 രൂപയോളമാണ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി സിലിണ്ടർ വിലയിൽ ഇത്തരം മാറ്റങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അന്താരാഷ്ട്ര വിപണിയിലെ ഇന്ധന വിലയിലുണ്ടാകുന്ന മാറ്റങ്ങളാണ് ഇതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. എന്നാൽ ഗാർഹിക ആവശ്യങ്ങൾക്കായുള്ള സിലിണ്ടറുകളുടെ വിലയിൽ നിലവിൽ മാറ്റമില്ല എന്നത് ചെറിയൊരു ആശ്വാസമാണ്. ഈ വിലക്കയറ്റം ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ആരെയാണ്? തീർച്ചയായും ചെറുകിട ഹോട്ടൽ ഉടമകളെയും തട്ടുകടക്കാരെയുമാണ്. ഒരു ഹോട്ടലിൽ പ്രധാന ചിലവ് വരുന്നത് ഇന്ധനത്തിനാണ്. സിലിണ്ടറിന് വില കൂടുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കാനുള്ള ചിലവ് സ്വാഭാവികമായും ഉയരുന്നു. പല ഹോട്ടലുകളും പെട്ടെന്ന് ഭക്ഷണത്തിന് വില കൂട്ടാൻ മടിക്കും. കാരണം അത് ഉപഭോക്താക്കളെ ബാധിക്കുമെന്ന് അവർക്കറിയാം. ഇത് അവരുടെ ലാഭവിഹിതം കുറയ്ക്കുന്നു. ചിലപ്പോൾ ഹോട്ടലുകൾക്ക് ഭക്ഷണത്തിൻ്റെ അളവ് കുറയ്ക്കേണ്ടി വരികയോ അല്ലെങ്കിൽ വില വർദ്ധിപ്പിക്കേണ്ടി വരികയോ ചെയ്യും. ഇനി നമ്മളിലേക്ക് വരാം. ഇതെങ്ങനെയാണ് നമ്മളെ ബാധിക്കുന്നത്? നമ്മൾ പുറത്തുപോയി ഭക്ഷണം കഴിക്കുമ്പോഴോ അല്ലെങ്കിൽ ഓൺലൈനായി ഭക്ഷണം ഓർഡർ ചെയ്യുമ്പോഴോ ഈ തുക നമ്മളിൽ നിന്നാണ് ഈടാക്കപ്പെടുന്നത്. ചായയ്ക്കും ലഘുഭക്ഷണങ്ങൾക്കും പോലും വില കൂടാൻ ഇത് കാരണമാകും. ഇതിനെയാണ് നമ്മൾ ഇൻഡയറക്റ്റ് ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ പരോക്ഷമായ പണപ്പെരുപ്പം എന്ന് വിളിക്കുന്നത്. അരി, പച്ചക്കറി തുടങ്ങിയ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് പിന്നാലെ ഇന്ധനവിലയും കൂടുന്നത് ഒരു സാധാരണ കുടുംബത്തിൻ്റെ മാസ ബജറ്റിനെ താളം തെറ്റിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എണ്ണ കമ്പനികൾ മാസത്തിൻ്റെ തുടക്കത്തിൽ വില പുനർനിർണ്ണയിക്കാറുണ്ട്. ആഗോള വിപണിയിലെ അസംസ്കൃത എണ്ണയുടെ വിലയും രൂപയുടെ മൂല്യമൊക്കെ ഇതിനെ ബാധിക്കുന്നു. സർക്കാരിന് ഇതിൽ എന്തു ചെയ്യാൻ കഴിയും? ടാക്സ് ഇളവുകളോ സബ്സിഡികളോ നൽകി ചെറുകിട വ്യാപാരികളെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ ഇലക്ട്രിക് കുക്കിംഗ് പോലുള്ള ബദൽ മാർഗങ്ങളിലേക്ക് മാറുന്നതിനെക്കുറിച്ച് ഹോട്ടൽ മേഖല ചിന്തിക്കേണ്ടി വരും. ചുരുക്കത്തിൽ 60 രൂപയുടെ വർധനവ് എന്നത് ഒറ്റ നോട്ടത്തിൽ ചെറുതാണെന്ന് തോന്നാമെങ്കിലും ഇത് വിപണിയിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. വരും ദിവസങ്ങളിൽ ഭക്ഷണ സാധനങ്ങളുടെ വിലയിൽ ഇത് പ്രതിഫലിക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.